ഹായ് ഹലോ നമസ്കാരം. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാർസിസ്റ്റുകൾ അവരുടെ മക്കളോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ അവരുടെ മക്കളോട് നാർസിസ്റ്റുകൾക്ക് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് പാരൻറ്റിന് കീഴിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുട്ടിയായിരിക്കുമ്പോഴും അവർ നേരിടുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ നാർസിസ്റ്റിക് പാരൻസിൻ്റെ കീഴിൽ ഫങ്ഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ശരിക്കും ഒരു നാർസിസ്റ്റിക് പാരൻറ്റിൻ്റെ കുട്ടിയായിട്ട് ജനിച്ച ഒരാൾക്ക് അത്രയും തീവ്രമായിട്ട് അത് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അത് നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമാണ്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, വളരെ ടോഡ്ലറായിരിക്കുന്ന സമയം മുതൽക്ക് തന്നെ ഒരു നാർക്കായിരിക്കുന്ന ആൾ പ്രൈമറി കെയർ ഗിവർ ആയിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വളർന്നു വരുന്ന സാഹചര്യങ്ങളല്ല, അതിൽ ഫാദറും മദറും നാർസിസ്റ്റ് ആണെങ്കിൽ ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിന്, ഈ മദറിനോ ഫാദറിനോ കുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ആ ഒരു സ്നേഹമില്ലായ്മ, അവരുടെ ഒരു സെൽഫ് സെൻറ്റേർഡ്നെസ് കാരണം കുട്ടി എത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, കുട്ടിയിൽ നാർസിസം ഉണ്ടാകുമോ, അല്ലെങ്കിൽ കുട്ടിയിൽ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വീഡിയോസ് കാണുന്ന പലർക്കും ഉണ്ട്. പലപ്പോഴും ചാനലിൽ തന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർ ചോദിച്ചിരുന്ന ചോദ്യവുമാണ് ഇത്തരത്തിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പല ചോദ്യങ്ങളും. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാ ഉത്തരങ്ങളില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ന് ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കും. നാർസിസ്റ്റിൻ്റെ ചെയ്തികൾ കാരണം കുട്ടിയിലുണ്ടാകുന്ന മുറിവുകൾക്ക് കാരണമാകുന്ന ഒന്നാമത്തെ പോയിൻ്റായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സെൽഫിഷ്നെസ്സും സെൽഫ് സെൻറ്റേർഡ്നെസ്സുമാണ്. നാർസിസ്റ്റിൻ്റെ സെൽഫ് സെൻറ്റേർഡ്നെസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അവരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് പ്രൈമറിലി അവരുടെ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് ഇമോഷണലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള എനർജി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ കാര്യം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് അവരിലാണ് എപ്പോഴും ഫോക്കസ്. അവർക്ക് ചുറ്റുമാണ് ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ നീഡ്സ് ഉള്ള ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എപ്പോഴും ഈ അറ്റൻഷൻ സീക്കറായിരിക്കും, അറ്റൻഷൻ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും, ഇമോഷണൽ സപ്പോർട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ബേസ് പോലും അവർക്ക് കിട്ടാൻ സാധ്യതയില്ല ഒരു നാർസിസ്റ്റിൻ്റെ കീഴിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒരു നാർസിസ്റ്റിന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് കുഞ്ഞിന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന് ആ ഒരു പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത്, തൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രോത്ത്, ചെറിയ രീതിയിലെങ്കിലും ചെറിയ പ്രായത്തിൽ ഉണ്ടാകേണ്ട ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, ഇതൊന്നും കിട്ടാൻ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഒരു കൺസേണിങ് ഫാക്ടറും അവരെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ഇത് കാരണം എന്തൊക്കെ റിസ്കുകളാണ് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നത്, കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നു, സെൽഫ് ഡൗട്ട് ഉണ്ടാകുന്നു, ഇൻസെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസ് അവരിലുണ്ടാകുന്നു. അങ്ങനെ അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള നർച്ചറിങ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടിയോടുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് വളരെ ഫ്ലോഡ് ആയിരിക്കും. വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത ഉള്ളൊരു സെൽഫ് കൺസെപ്റ്റ്, സെൽഫ് ഇമേജ് ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. രണ്ടാമത്തെ കാരണം ഒരു നാർസിസ്റ്റിൻ്റെ ഗ്രാൻഡിയോസിറ്റി തന്നെയാണ്. ഒരു പാരൻ്റ് ആയിരിക്കുമ്പോൾ ഒരു നാർസിസ്റ്റ് അയാളുടെ തന്നെ ആ പവറും കൺട്രോളും ആ ഒരു എന്താ പറയുക എൻറ്റൈറ്റിൽമെൻറ്റും ഒക്കെ വേണ്ട അയാളുടെ ഒരു നേച്ചർ, ആ ഒരു നാർസിസ്റ്റിൻ്റെ ഇൻഫ്ലേഷനെ എപ്പോഴും ഫീഡ് ചെയ്യാനുള്ള ഉപകരണങ്ങളായിട്ടായിരിക്കും കുട്ടികളെ അവർ കാണുന്നതും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നതും. അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയാണ് അവരുടെ കീഴിൽ ആവുക, അവരങ്ങനെയാണ് അവരുടെ കീഴിൽ പ്രവർത്തിക്കുക. അവരുടെ വാഹനങ്ങളായിട്ടാണ് കുട്ടികൾ അവരുടെ കീഴിൽ ഉണ്ടാവുക. ഇപ്പോൾ കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റ് കാണിക്കുകയാണെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നേടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ടാലൻസ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ നാർസിസ്റ്റ് എപ്പോഴും അവരുടെ എക്സ്റ്റൻഷനായിട്ടാണ് കുട്ടിയെ കാണുന്നത്. അപ്പോൾ ഈ കുട്ടി ഇത് അച്ചീവ് ചെയ്യുന്നത് നാർസിസ്റ്റ് അവരുടെ എന്താ പറയുക ഒരു എക്സ്റ്റൻഷനായിട്ടും അവരുടെ ഒരു അച്ചീവ്മെൻ്റായിട്ടും അവരുടെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് ഒരു എൻമിഷ്മെൻ്റ് അവിടെ ഉണ്ടാകുന്നു. കാരണം ഇവർക്ക് ഇടയിൽ അതിർത്തിയില്ല. ഇവർ ഒരിക്കലും ഒരു കുട്ടിയെ പ്രൈവസിയെ മാനിക്കുന്ന ആളല്ല ഒരു തരത്തിലും. ഇപ്പോൾ അവരുടെ സെൽഫ് തന്നെയാണ് കുട്ടിയും. കാരണം ഒരു ഏരിയയിലും കുട്ടിക്ക് പ്രൈവസിയോ അവൻ്റേതായിട്ടുള്ളൊരു സെൽഫോ അവൻ്റെ അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നവരല്ല നാർസിസ്റ്റുകൾ. ഇവരിൽ നിന്നും റിജക്റ്റഡായി പോകുമോ, അല്ലെങ്കിൽ ഇവരുടെ ഹാർഷായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുമോ എന്ന പേടിയിൽ കുട്ടികൾ ഈ ടാലൻറ്റ്
നിരന്തരമായിട്ട് അവർ പ്രകടിപ്പിക്കുകയും ആ ടാലൻറ്റിൽ അല്ലെങ്കിൽ അക്കാഡമിക്കിലാണെങ്കിലും മറ്റ് മത്സരങ്ങളിലാണെങ്കിലും നിരന്തരം കോൺസെൻട്രേറ്റ് ചെയ്ത് പങ്കെടുത്തുകൊണ്ട് ഈ ഒരു പാരൻറ്റിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നാർസിസിസ്റ്റിനെ തൃപ്തിപ്പെടുത്താനായി ഈ കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറയുന്ന നാർസിസിസ്റ്റിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ കുട്ടി ബിഹേവ് ചെയ്യുകയും കുട്ടി പെരുമാറുകയും ആ രീതിയിലുള്ള വാലിഡേഷൻ അയാൾക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഈഗോ വലുതാവുകയും അതായത് എൻ്റെ കുട്ടി ആണ് എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ ജന്മം കൊടുത്ത ആൾ എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആൾ. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് നേടാതെ പോയ കാര്യങ്ങൾ അവനിലൂടെ ഞാൻ സാധിച്ചെടുക്കും എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഒരിക്കലും ആ കുട്ടിയെ ഒരു സാധാരണ കുട്ടിയായിട്ട് വേറൊരു ഇൻഡിവിജ്വലായിട്ട് കാണാതെ തന്നെ എക്സ്റ്റൻഷനായിട്ട് കണ്ടുകൊണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തനിക്ക് കഴിയാതെ പോയ കാര്യങ്ങൾ കുട്ടിയിലൂടെ എത്തിച്ചു കൊണ്ട് അവൻ്റെ കഴിവുകളുടെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് മറ്റുള്ളവരിലെ സോഷ്യൽ സ്റ്റാറ്റസും പവറും വാലിഡേഷനും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുട്ടിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടിയെ അത് വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കാനും ഈ നാർസിസിസ്റ്റിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഉപകരണം മാത്രമായി മാറിപ്പോകാനും കുട്ടികൾ ചെറിയ പ്രായത്തിൽ നാർസിസിസ്റ്റിൻ്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് കണ്ടുവരുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടിയിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് ഉണ്ടായി വരാൻ കാരണമാകും. ഒരു വളരെ തന്നെക്കാൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് കുട്ടിക്ക് ഒരു എന്താ പറയുന്ന ഒരു വല്ലാത്തൊരു പ്രഷർ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അവരോടൊരു ജലസി പോലെ ഉണ്ടായി വരികയും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ലെസ് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഇഗ്നോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുമൊക്കെ മാറി നിന്നുകൊണ്ട് എന്താ പറയുക ഒറ്റപ്പെട്ടുകൊണ്ട് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിനെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മത്സരത്തിലേക്ക് ഓടുന്ന ആളായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം ലിമിറ്റഡ് ആയിട്ടുള്ള കെയർ ടേക്കിംഗ് സ്കിൽസും അൺറെസ്പോൺസീവ് ആയിട്ടുള്ള പാരൻറ്റിംഗ് ആണ്. ഈ നാർസിസിസ്റ്റിന് എമ്പതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എക്സ്റ്റൻഷനായിട്ട് കുട്ടിയെ കാണുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളുടെ നീഡ്സ് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ആ സമയത്ത് ആവശ്യമുള്ളത്, കുട്ടി എന്താണ് ഒരു ചെറിയ പ്രായത്തിൽ അവൻ നേരിടുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് നാർസിസിസ്റ്റിന് ഉണ്ടാവുകയില്ല. ഇത്തരത്തിൽ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റിൻ്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂസ് പലതും വരാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് തന്നെ അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അൺവർത്തിനെസ് അല്ലെങ്കിൽ സ്വയമായിട്ടുള്ള സെൽഫ് വർത്ത് ഇല്ലായ്മ, ഇതൊക്കെ ചെറിയ പ്രായം മുതൽ തന്നെ ഇവരിൽ ഡെവലപ്പ് ചെയ്ത് വരാനും ഒരു വലിയ കാലയളവിൽ നാർസിസിസ്റ്റിൻ്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരിൽ ഉണ്ടാകാനും കാരണമാകും. കാരണം അത് ആ ഒരു കണ്ടീഷനിങ്, ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് പിന്നെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ റിസ്കി ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയിലൊരു ഇമോഷണൽ ഹങ്കർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒട്ടും ഇമോഷണലായിട്ടുള്ള ഒരു കെയർ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വളരെയധികം ഇമോഷണൽ കെയർ വേണ്ട ഒരു ഹങ്കർ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അത് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കുട്ടിയിലുണ്ടായി വരാനും അത്തരത്തിലുള്ളൊരു ബിഹേവിയർ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു ട്രസ്റ്റ് ഇല്ലായ്മ, മറ്റുള്ളവരിൽ ഒരു ട്രസ്റ്റ് ഇല്ലായ്മ, മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയായ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയിലുണ്ടാകുന്നു. ഇതുകൊണ്ട് തന്നെ വളരെ ലോ ആയിട്ടുള്ള സെൽഫ് വർത്ത് കുട്ടിയിലുണ്ടാകുന്നു. ഒരു വലിയ കാലയളവ് വരെ ഒരു ഇമ്മാച്യൂരിറ്റി കുട്ടിയിൽ കാണപ്പെടുന്നു. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്നുള്ളത്. ഒരു തരത്തിലും ഒരു കുട്ടിയിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ചൈൽഡ്ഹുഡ് ഫ്രസ്ട്രേഷൻസ് ഇവർക്ക് താങ്ങാനായിട്ട് പറ്റില്ല. കുട്ടി അത്തരത്തിൽ എന്തെങ്കിലും റിസൻമെൻറ്റോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ബിഹേവിയറോ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പം തന്നെ ഇവർ ഹാർഷായിട്ട് റിയാക്ട് ചെയ്യും, ഔട്ട് ബേസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു ചെറിയ രീതിയിൽ പോലും, ഒരു ചെറിയ തലത്തിൽ പോലും ഈ കുട്ടിയിൽ അത്തരത്തിലുള്ള മിസ്ബിഹേവിയേഴ്സ് കാണാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരുടെ സെൽഫ് വർത്തിനെ, അവരുടെ സെൽഫ് ഇമേജിനെ വളരെ പുവറായിട്ട് അഫക്റ്റ് ചെയ്യുമെന്നാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഇവർ കൊടുക്കില്ല. അത്തരത്തിൽ ഈ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള നാർസിസിസ്റ്റിൻ്റെ ഈ ലോ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ ടോളറൻസ് കാരണം കുട്ടിക്ക് ഡിസ്റെഗുലേഷൻസ് ഉണ്ടാവുകയും ഇമോഷണൽ ഡിസ്റെഗുലേഷൻസ് ലൈഫിലുണ്ടാവുകയും കൃത്യമായിട്ട് എന്താ പറയുക ഒരു കോപ്പിംഗ് മെക്കാനിസം ലൈഫിൽ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ ഇവർക്ക് പറ്റായികയുണ്ടാവും. കോപ്പിംഗ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയുക ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങൾ നേരായ രീതിയിൽ നേരിടാനോ ഒരു പർട്ടിക്കുലർ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ നേരായ രീതിയിൽ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത രീതിയിലേക്ക് കുട്ടി മാറിപ്പോവുകയും അൺഹെൽത്തി ആയിട്ടുള്ള ബിഹേവിയർ പാറ്റേൺസ് അവരിൽ ഉണ്ടായി വരികയും ചെയ്യും. അതിൽ പെർഫെക്ഷനിസം, ടാൻഡ്രംസ്, അവരുടെ ആങ്സൈറ്റി, പിന്നെ വിഡ്രോവൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ ഇത് കാരണം ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പെർഫെക്ഷനിസം, പെർഫെക്റ്റായിട്ട് ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി, പീപ്പിൾ പ്ലീസിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ വളരെയധികം ആങ്സൈറ്റിയും വിഡ്രോവലും ഉണ്ടാകുന്ന അവസ്ഥ, അതിനൊപ്പം തന്നെ ഇമ്മച്യൂർ ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ്, നാണക്കേട് ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള റിസ്ക് എലമെൻറ്റ്സ് ആണ് ഒരു കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ. ഈ അഞ്ചാമത്തെ കാര്യം ഇവരുടെ എക്സസീവ് നീഡ് ഓഫ് കൺട്രോൾ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, നാർസിസ്റ്റുകൾ എപ്പോഴും ചുറ്റുമുള്ളവരെ കൺട്രോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്, ഹൈലി കൺട്രോളിങ് നേച്ചർ വെച്ച് പുലർത്തുന്നവരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുട്ടിയോടും ഇത്തരത്തിലുള്ള കൺട്രോളിങ് ആയിട്ടുള്ള ഒരു നേച്ചർ, ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ബിഹേവിയർ അവർ കാണിക്കും. കുട്ടിയെ എന്താ പറയുക, ഹൈലി ഡയറക്റ്റ് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ള രീതിയിൽ കുട്ടിയെ കോച്ച് ചെയ്യുക, കുട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇത് കുട്ടിയെ ഹാൻഡിക്യാപ്ഡ് ആയ പോലെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. കുട്ടിക്ക് സെൽഫ് ഡയറക്റ്റ് ചെയ്ത് പോകാൻ, നേരായ ഡയറക്ഷനിൽ പോകാൻ സ്വയം പറ്റാതിരിക്കുന്ന അവസ്ഥ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, സെൽഫ് എസ്റ്റീം ഒട്ടും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ ഉണ്ടാവാൻ ഇത്തരത്തിലുള്ള ഒരു നാർസിസിസ്റ്റ് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റിലുള്ള റിസ്ക് എലമെൻറ്റ്സ് ആണ് ഇൻഡിപെൻഡൻ്റ് ഇല്ലായ്മ, ഈ പറയുന്ന സെൽഫ് ഡയറക്ഷൻ ചെയ്യാനുള്ള അവസ്ഥ, അല്ലെങ്കിൽ സെൽഫ് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ലായ്മ, പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മയ്ക്കൊപ്പം വരുന്ന ജഡ്ജ് ചെയ്യാനുള്ള ഇമ്മച്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം റിസ്ക് ഫാക്ടറായിട്ട്, ഇവരുടെ ഡെവലപ്മെൻറ്റൽ റിസ്ക് ഫാക്ടറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ ആറാമത്തെ കാര്യമാണ് ഇന്നബിലിറ്റി ടു ലവ് ദി ഒതൻറ്റിക് ചൈൽഡ് എന്നുള്ളത്. നാർസിസിസ്റ്റിന് അയാളുടെ കുട്ടി അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു ടൂളാവണം, ഒബ്ജക്റ്റ് ആവണം. ഇപ്പോൾ നമ്മൾ ഗുഡ് ഇനഫ് എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്ന പാരൻറ്റിങ്ങിൽ കുട്ടിയെ കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യും, അതൊരു യുണീക്കായിട്ടുള്ള കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഈ നാർസിസിസ്റ്റ് അവരുടെ ആവശ്യങ്ങൾ നേടാനുള്ള ആളായിട്ടാണ് കുട്ടിയെ കൺസിഡർ ചെയ്യുന്നത്, അവരുടെ എക്സ്റ്റൻഷനായിട്ടാണ് കുട്ടിയെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആഗ്രഹങ്ങളുള്ള കാര്യങ്ങൾ കുട്ടിയിലൂടെ നടത്തിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്ന കുട്ടിയാണ് ഇത് എന്ന് കൺസിഡർ ചെയ്ത് ആ ഒരു കൺസിഡറേഷനിലാണ് ഇവർ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് എക്സ്ട്രീംലി ടോക്സിക് ആയിട്ടുള്ള വേ ഓഫ് പാരൻറ്റിങ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഹാംഫുൾ ആയിട്ടുള്ള പാരൻറ്റിങ് ആവുന്നത്. ഇങ്ങനെ കുട്ടിയെ സ്നേഹിക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ട് തന്നെ കുട്ടിക്ക് സെൽഫ് കൺസെപ്റ്റ് ഇല്ലായ്മ, ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന റിസ്ക് എലമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് ഞാൻ ലവബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ ചെറിയ പ്രായത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് സ്നേഹിക്കപ്പെടാൻ കഴിയുന്ന ഒന്നും എന്നിലില്ല എന്നും ഞാൻ വർത്ത്ലെസ് ആണെന്നും ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു നാർസിസിസ്റ്റിൻ്റെ ഫ്ലോഡ് മോഡൽ ഓഫ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഒരു നാർസിസിസ്റ്റിൻ്റെ റിലേഷൻഷിപ്പും ലവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഒരു നാർസിസിസ്റ്റിക് പാരൻറ്റിൻ്റെ അവിടെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവർ മറ്റുള്ളവരുടെ പെരുമാറുന്ന രീതിയും ഒക്കെ അവരുടെ ആ ഒരു ഇൻഫ്ലേറ്റഡ് സെൻസും എൻറ്റൈറ്റിൽമെൻറ്റും വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു എമ്പതി ഇല്ലാത്ത രീതിയിലായിരിക്കും മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നതും. ഈ എമ്പതി ഒട്ടും ഇല്ലായ്മ തന്നെ കൊണ്ട് തന്നെ ഇവരുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ അൺഹെൽത്തിയും നെഗറ്റീവുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടി കാണുന്നത്, വീട്ടിനകത്ത് കാണിക്കുന്ന പാരൻ്റ് കാണിക്കുന്ന ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ കുട്ടിയോട് കാണിക്കുന്ന ആ നേച്ചർ, അതല്ല അവർ പുറത്തിറങ്ങുമ്പോൾ കാണിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ അവർ അഭിനയിക്കുകയാണ്. അപ്പോൾ കുട്ടി വിചാരിക്കും വളരെയധികം റോങ് ആയിട്ടുള്ള ഒരു ലവ് ആൻഡ് റിലേഷൻഷിപ്പ് കൺസെപ്റ്റ് ആയിരിക്കും കുട്ടിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് കാരണം തന്നെ കുട്ടി തന്നെ മറ്റ് റിലേഷൻഷിപ്പുകളിലേക്ക്, ഫ്രണ്ട്ഷിപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ ഇതേ കാര്യം തന്നെ മിമിക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഇത് ഒരു കണ്ടു വളർന്ന ഒരു കാര്യമാണ് ശരിയെന്ന് വിചാരിക്കുകയും അത് മിമിക്കുകയും ചെയ്യും. പക്ഷേ അതല്ല ശരി എന്നല്ല, ശരിയായ രീതി ഇതാണ് എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ പലപ്പോഴും നാർസിസിസ്റ്റിക് പാരൻറ്റിൻ്റെ കീഴിൽ ഫംഗ്ഷൻ ചെയ്ത കുട്ടികൾക്ക് കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു എമ്പതി ഇല്ലാത്ത വളരെ അൺഹെൽത്തി ആയിട്ടുള്ള നാർസിസിസ്റ്റിൻ്റെ രീതികൾ കണ്ട് വളരുന്ന കുട്ടികൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സോഷ്യൽ എക്സ്പെക്റ്റേഷൻസും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നേരെ ചൊവ്വേ പോവാത്ത റിലേഷൻഷിപ്പുകളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാർസിസിസ്റ്റ് കുട്ടിയുടെ സൈലൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. കുട്ടികൾ വളരെ ടോട്ട്ലെസ് ആയിരിക്കുമ്പോഴത്തേക്കുമാണ് നാർസിസിസ്റ്റിന് വളരെയധികം കംഫർട്ട്. കാരണം കുട്ടിയൊന്നും ചോദ്യം ചെയ്യില്ലല്ലോ, തിരിച്ചൊന്നും പറയില്ല. ഇവർക്ക് എന്ത് വേണോ കാണിക്കാം, എന്ത് വേണോ പറയാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ പലപ്പോഴും കുട്ടി വളർന്ന് വലുതായി അവൻ ഇതൊക്കെ തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ച് നാർസിസിസ്റ്റിനെ ചോദ്യം ചെയ്യുകയോ നിങ്ങളന്ന് കാണിച്ചത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു പറയുന്ന ഒരു കാര്യം, നീ കുട്ടിയായിരുന്നപ്പോൾ വളരെ നല്ലതായിരുന്നു, ഇപ്പോൾ നീ ഒരുപാട് മാറിപ്പോയി എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണെന്നും നിങ്ങൾ ടോഡ്ലറായിരിക്കുമ്പോൾ തിരിച്ചൊന്നും പറയില്ല എന്നുള്ളതും, ആ ഒരു സൈലൻസ്, നിങ്ങളുടെ ആ ഒരു എംറ്റിനെസ് അത് നാർസിസിസ്റ്റിനെ വളരെയധികം, അതാണ് നാർസിസിസ്റ്റ് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതും. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടിയുടെ ടോഡ്ലർ പീരീഡാണ് ഒരു നാർസിസിസ്റ്റിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ കീഴിൽ ജീവിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാരൻസിനെ കണ്ടിട്ടുള്ള ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ പറയാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പറയുക.
ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനിയും അടുത്ത വീഡിയോകൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വരുന്ന വീഡിയോകൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.